കത്തോലിക്ക സഭ ഈ ദിവസങ്ങളിൽ എടുക്കുന്ന ചില സമീപനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഇനി. ഇപ്പോൾ KCBC അവരുടെ ഒരു ഇടയലേഖനക്കുറിപ്പിൽ പറയുന്ന പ്രധാന സംഗതി BJP ഒരു വശത്തുകൂടി ക്രിസ്ത്യൻ സഭയെ പുനരാനുശ്രമിക്കുകയും മറുവശത്തുകൂടി ഹിന്ദുത്വ ആക്രമണങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതാണ്. രാജ്യത്ത് ക്രിസ്ത്യൻ മൈനോറിറ്റിക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളുടെ കണക്കൊക്കെ വെച്ചുകൊണ്ട് വിശദമായ ഒരു ലേഖനമാണ് അവർ പ്രസിദ്ധീകരിച്ചത്. അതിനകത്ത് തന്നെ എന്താ പറയുക, ഈ ക്രിസ്ത്യാനികളുടെ വിശ്വാസ സംരക്ഷണത്തിനെതിരായിട്ട് നിലകൊള്ളുക, ഒരു സമയം ഓർഗനൈസർ എന്ന് പറയുന്ന RSSൻ്റെ മുഖ മാസികയ്ക്കകത്ത് ക്രിസ്മസിനും ക്രിസ്ത്യാനിറ്റിക്കും ജീസസിനുമെതിരായി എഴുതുക, ഇപ്പുറത്ത് ക്രിസ്ത്യാനികളെ രാഷ്ട്രീയ നേട്ടത്തിന് പ്രയോജനപ്പെടുത്താൻ എങ്ങനെ കഴിയും എന്നാലോചിക്കുക. ഇതൊക്കെയാണ് ചെയ്യുന്നത്. അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ബിൽക്കിസ് ബാനുവിൻ്റെ കേസ് പോലും എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം എഴുതുന്നത്. അപ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സംഗതി അതിലുണ്ട്. അതേസമയം എന്നാൽ ഇന്നിപ്പോൾ സുരേഷ് ഗോപി, BJP നേതാവ് സുരേഷ് ഗോപി ഒരു സ്വർണ്ണ കിരീടമായിട്ട് പള്ളിയിൽ വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ട്. ക്രിസ്മസിന് പ്രധാനമന്ത്രി വിളിച്ച ചടങ്ങിൽ പോയി സംസാരിക്കുകയും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ ഒന്നിലധികം തവണ ബിഷപ്പുമാർ അദ്ദേഹത്തെ പോയി കാണുന്ന നിലയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അപ്പുറത്ത് മാറിയും മറിഞ്ഞും സംഭവിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കത്തോലിക്ക സഭ ഒരു മൂർത്തമായ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈനിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അജിംസ് എന്താണ് തോന്നുന്നത്? ഈ KCBCയുടെ ഈ വിമർശന കുറിപ്പും ഒപ്പം അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആൻഡ് ആക്ഷൻസ്, ഇതിനിടയ്ക്ക് എന്താണ് അവരുടെ വിശ്വാസികൾക്ക്, കുഞ്ഞാടുകൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? അതൊരു ആശയക്കുഴപ്പമുണ്ടോ? അല്ല, ഇതിൽ ക്രൈസ്തവ സഭയിൽ തന്നെ പല രീതിയിൽ ചിന്തിക്കുന്ന, പല സഭകളിലും പല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഉദാഹരണത്തിന് സീറോ മലബാർ സഭ തന്നെ എടുക്കുക. ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ടുള്ള സഭയാണല്ലോ. ആ സഭയിൽ തന്നെ പുരോഹിതർ പലരും പലതരത്തിലുള്ള ഇക്കാര്യത്തിൽ നിലവിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തോട് പലതരത്തിൽ പ്രതികരിക്കുന്നവരാണ്. ഇപ്പോൾ സീറോ മലബാർ സഭയുടെ അങ്കമാലി എറണാകുളം അതിരൂപത നമുക്കെടുക്കുക. അവർ അതിശക്തമായ സെക്യുലർ ഔട്ട്ലുക്കുള്ള പുരോഹിതന്മാരും വിശ്വാസികളുമാണ് അവിടെ. അത് നമ്മൾ പലതരത്തിലുള്ള അവിടെ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളിൽ പോലും അവർ പുറത്തേക്ക് പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതല്ലാത്ത മറ്റ് ചില രൂപതകളിൽ അതല്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന, വെറുപ്പും വിദ്വേഷവും പറയുന്ന ബിഷപ്പുമാർ, വെറുപ്പും വിദ്വേഷവും പറയുന്ന പുരോഹിതർ, അത് നാം കാണുന്നുണ്ട്. ഒരു വശത്ത് അവരുടെ യൂട്യൂബ് ചാനലുകൾ വഴി അവർ ഈ സംഘപരിവാർ എങ്ങനെയാണോ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് അതുപോലെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. യൂട്യൂബ് ചാനൽ, തൃശ്ശൂർ ടെലിവിഷൻ ചാനൽ, ബ്രോഡ്കാസ്റ്റ്. അതെ. അപ്പോൾ അങ്ങനെ പലതരത്തിൽ എന്താണ് പറയുക, കുറേ കൂടി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു നിലപാടാണുള്ളത്, പ്രത്യേകിച്ചും 2014 ശേഷം. ഇവിടെയാണ് രാജ്യത്ത് പല സ്ഥലത്തും ക്രൈസ്തവ സമൂഹത്തിനെതിരെ ആക്രമണങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ 3 വർഷമാണ് അതിൽ ഏറ്റവും കൂടുതൽ വർധനവുണ്ടായിട്ടുള്ളത്. 2014 ശേഷം ക്രമാനുഗതമായി വർദ്ധിച്ചു വരികയാണ്. അത് ഏറ്റവും കൂടുതൽ നടന്നത് 2023 പ്രത്യേകിച്ചും മണിപ്പൂർ കലാപം, അതിനുശേഷം മറ്റ് UP-യിലും മധ്യപ്രദേശിലും കർണാടകയിലും നടന്നിട്ടുള്ള ആക്രമണങ്ങൾ. അപ്പോൾ അത് അതിൻ്റെ ഒരു എപ്പിറ്റോമിലെത്തി നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ക്രൈസ്തവർക്കെതിരെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ചില താല്പര്യങ്ങളുടെ സംഘടന കൂടിയുണ്ട്. നമ്മളത് പലതവണ മുമ്പ് വിശദീകരിച്ചതാണ്. ഒന്ന്, കേരളത്തിലെ സഭകളിൽ ഡൊമിനൻ്റ് ആയിട്ടുള്ള സഭകൾ എന്ന് പറയുന്നത് അതൊരു പൗരസ്ത്യ സഭകളുടെ ഒരു എക്സ്റ്റൻഷനാണ്. സിറോ മലബാർ സഭ തന്നെ ഇവിടെ ഉണ്ടായ ഒരു സഭയാണ്. അതിന് റോമുമായി ബന്ധമുണ്ട് എന്നേ ഉള്ളൂ. ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും പൗരസ്ത്യ സഭകൾ തന്നെയാണ്. അതിൽ യാക്കോബായ സഭയ്ക്ക് മാത്രമാണ് അന്തോക്യ ബന്ധമുള്ളൂ. ഓർത്തഡോക്സ് സഭ സ്റ്റാൻഡ് അലോണായിട്ട് നിൽക്കുന്ന, ആരുമായി ഒരു ബന്ധവുമില്ലാത്തൊരു സഭയാണ്. അപ്പോൾ ഇത്തരം സഭകൾക്ക് RSSുമായി ചേർന്ന് നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു ആശയമാണ് RSS പയറ്റി നോക്കുന്നത്. അവരെ ഒരു ഭാരതീയ സഭകളായി കണക്കാക്കിക്കൊണ്ട് അവരെ ഹിന്ദുത്വ ദേശീയധാരയിൽ നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ പ്രൊജക്റ്റ്. അവരുടെ പ്രൊജക്റ്റ് ഇപ്പോൾ എത്രയോ വർഷമായിട്ട് നടക്കുന്നുണ്ട്. ഈ സഭാ മേലധികാരികളുമായി RSS എത്രയോ വട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണമായൊരു ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. ഇങ്ങ് ചില ആളുകൾ, ഓർത്തഡോക്സ് സഭയുടെ ഒരു വൈദികൻ പത്തനംതിട്ടയിൽ BJPയിൽ ചേർന്നു. അടൂർ നഗരസഭയിൽ BJP ഭരിക്കുന്നു. അത് ഓർത്തഡോക്സ് സഭയിലെ പ്രമുഖരായ ചില ആളുകൾ BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ചു എന്നല്ലാതെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റ് ഒന്നും അക്കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, അതിനകത്ത് ഞാൻ പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവർ വളരെ സൈലൻ്റാണ്. ഒരിക്കലും പൊളിറ്റിക്കലി വോക്കൽ അല്ലാത്തൊരു സൊസൈറ്റിയാണ്. ഒരു റിലീജിയസ് സമൂഹം എന്ന നിലയിൽ അവർ പൊളിറ്റിക്കലി വോക്കലല്ല. അവർ വളരെ സൈലൻ്റായിട്ടാണ് അതിനെ കാണുക. മറ്റൊന്ന്, അവർ കുറച്ച് മുന്നോക്ക സമുദായമാണ് ഭൂരിഭാഗം ആളുകളും. മറ്റൊന്ന് എഡ്യൂക്കേറ്റഡാണ്. അപ്പോൾ എഡ്യൂക്കേറ്റഡാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളാണ്. അവർ വോട്ട് ചെയ്യുന്നത് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. അല്ലാതെ വളരെ ഇമോഷണലായിട്ട് അജിറ്റേറ്റ് ചെയ്യുന്ന ഒരു സമുദായമേ അല്ല ക്രൈസ്തവ സമൂഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വോട്ടർമാർ, ഇപ്പോൾ നിലവിൽ വോട്ടർമാർ അവരുടെ സമുദായ നേതൃത്വത്തെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. ഇത് വോട്ടർമാരുടെ ഒരു പൾസ് അറിഞ്ഞിട്ടാണ് ഇപ്പോൾ പുരോഹിതന്മാർ അതിനോട് പ്രതികരിക്കുന്നത്. അതർവൈസ് അധികാരത്തിന് മുമ്പിൽ വളരെ ബോൾഡായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യാനുള്ള
അത്ര ഒരു പൊളിറ്റിക്കൽ കൺവിക്ഷനുള്ള ആളുകളല്ല ക്രൈസ്തവ സഭാ നേതൃത്വം. വഴങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ വീണു പോകുന്ന രാഷ്ട്രീയ നിലപാടുകളാണ് അവർ പലപ്പോഴും ചരിത്രപരമായി സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവരിലെ എന്താണ് പറയുക, സഭാ അംഗങ്ങളുടെ ഒരു പൾസ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സഭാ നേതൃത്വം പ്രതികരിക്കുന്നത്. അത് BJP-യുമായി അങ്ങനെ കൈകോർക്കുന്നത് ആത്മഹത്യാപരമാണ്. എന്താണ് അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥമല്ല എന്നവർ ഈ പറയുന്ന സമുദായ അംഗങ്ങൾ മനസ്സിലാക്കുന്നു. അത് അവരുടെ ശബ്ദമാണ് സഭാ നേതൃത്വത്തിൻ്റെ പുറത്തോട് വരുന്നത്. അത് മറികടക്കാൻ ഇപ്പോൾ സുരേഷ് ഗോപി കൊണ്ടുപോയി കന്യാമറിയത്തിന് കിരീടം വെച്ചതുകൊണ്ട് മറികടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. തൃശ്ശൂർ അതൊട്ടും സാധ്യമല്ല. കാരണം തൃശ്ശൂർ അത്രമാത്രം 10-38% ക്രൈസ്തവ വിശ്വാസികളുടെ ഒരു ലോക്സഭാ മണ്ഡലമാണ്. അവിടെ അത് സുരേഷ് ഗോപിനെ സ്വർണം കൊണ്ട് മൂടിയാലും അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. KCBCയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഈ പ്രതികരണത്തിൻ്റെ ഒരു അസാധാരണതയുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എഴുത്തും വളരെ ഷാർപ്പായിട്ടുള്ള ചില പോയിന്റുകൾക്ക് അതിനകത്തുണ്ട്. സാധാരണ അവലംബിക്കാത്ത ഒരു മാർഗ്ഗം അവരവലംബിക്കുന്നു എഴുത്തിനകത്ത്. അതിൽ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ വിശ്വാസികളുടെ ഭാഗത്തു നിന്നിട്ടുള്ളൊരു സമ്മർദ്ദം, വിശ്വാസികളെ എങ്ങോട്ടാണ് പോകുന്നത് അതിനൊപ്പിച്ച് വർത്തമാനം പറയുന്ന ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് അവരെ സ്വാധീനിക്കുന്നുണ്ടോ? ഒപ്പം അവരുടെ പൊസിഷൻ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടോ? അല്ല, അത് പറഞ്ഞ മാതിരി ഈ ഇൻ്റർനാഷണൽ ക്രിസ്ത്യൻ സംഘടനകളുണ്ടല്ലോ, അവർ അടുത്ത കാലത്തായിട്ട് ഒരുപാട് കണക്കുകൾ, ഡാറ്റ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന ഈ ക്രിസ്ത്യാനികൾക്കെതിരായുള്ള വയലൻസ്, അതിൻ്റെ ചാർട്ടുകളൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര ക്രിസ്തീയ സംഘടനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ, അതൊരു ഭാഗത്തുണ്ട്. രണ്ടാമത് ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഈ KCBC ഇതിനകത്ത് ഓർഗനൈസറെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഓർഗനൈസറിൽ ക്രിസ്മസ് വരുമ്പോഴാണ് ഭയങ്കര ഈ ക്രിസ്മസ് ആഘോഷം പരിസ്ഥിതി കേൾപ്പിക്കുന്ന ആഘാതത്തെക്കുറിച്ച് കവർ സ്റ്റോറി വരുന്നത്. കഴിഞ്ഞ വർഷം ഈ ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. കന്യാകുമാരി ദേവസഹായം പിള്ള എന്ന് പറഞ്ഞിട്ട് ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു വത്തിക്കാൻ. അതിന് തൊട്ടടുത്ത ആഴ്ച കേസരി വാരിക, കേരളത്തിലെ RSSൻ്റെ മുഖപത്രമുള്ള കേസരി വാരികയിൽ വന്ന ലേഖനം എന്താണെന്ന് വെച്ചാൽ, വിശുദ്ധനല്ല, വെറും തേക്ക് മോഷ്ടാവ്. ദേവസഹായം പിള്ള അയാളൊരു തേക്ക് മോഷ്ടാവായിരുന്നു. തേക്ക് മോഷ്ടിച്ചതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടതാണ് എന്നാണ് ഈ ലേഖനത്തെ പറയുന്നത്. അപ്പോൾ ഇതവിടെ ഉണ്ട്. എത്ര ഈ സുരേന്ദ്രനും സുരേഷ് ഗോപിയും സ്വർണം കൊടുക്കുകയോ അല്ലെങ്കിൽ കേക്ക് കൊണ്ടുപോയി കൊടുക്കുകയോ ഈസ്റ്ററിന് വീട് പോവുകയോ ചെയ്താൽ RSSൻ്റെ ഉള്ളിൽ ഈ ക്രിസ്തീയ വിരോധം അവിടെ ഉണ്ട്. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, ഈ നമ്മുടെ കേന്ദ്രമന്ത്രിസഭയിൽ പ്രതാപ് ചന്ദ്ര സാരംഗി എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രിയുണ്ട്. ഈ മന്ത്രിയുടെ പ്രത്യേകത RSSൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഏറ്റവും അധികം പൊക്കി നടക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം. അതിന് കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ലളിത ജീവിതം നയിക്കുന്ന ഒരാൾ. ഈ സൈക്കിളിലാണ് പുള്ളി യാത്ര ചെയ്യുക. ഒരു ഒഡീഷയിൽ നിന്നുള്ള കുടിലിലാണ് താമസിക്കുന്നത്. പുള്ളിയുടെ ഭയങ്കരമായിട്ട് ഇവർ മാർക്കറ്റ് ചെയ്യുന്നൊരു മന്ത്രിയാണ്. മൃഗപരിപാലന വകുപ്പാണ് പുള്ളിയുടെ. ഒരു കാര്യം അറിയാമോ, അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം ശ്രദ്ധിക്കണം. അദ്ദേഹം ആദ്യമായിട്ടാണ് MP ആകുന്നത് കേട്ടോ. അദ്ദേഹം ആദ്യമായിട്ടാണ് MP ആകുന്ന മന്ത്രിയാവുന്നു. 99 ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന മനുഷ്യനെ 2 മക്കളെയും ചുട്ടുകൊന്ന സംഭവം. അത് അന്ന് ബജ്രംഗ് ദളാണ് അതിൻ്റെ പിറകിലെന്ന് എല്ലാവർക്കും അറിയാം. അന്ന് ബജ്രംഗ് ദളിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായിരുന്ന ആളാണ്. ഈ പറയുന്ന ഒറീസയിൽ ഈ ക്രിസ്തീയ വിരുദ്ധ ആക്രമണം ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനങ്ങളൊന്നാണ് ഒറീസ. അവിടെ ഈ ക്രിസ്തീയ സംഘടനകൾ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആളാണ്. അദ്ദേഹം MP ആയ ആദ്യത്തെ തവണ തന്നെ അദ്ദേഹത്തെ പിടിച്ച് മന്ത്രിയാക്കി റിവാർഡ് ചെയ്യുന്നു. ഒരു 4 അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോലാഹലമായ സംഭവമായിരുന്നു ഈ ഗ്രഹാം സ്റ്റെയിൻ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ആരെയാണ് റിവാർഡ് ചെയ്യുന്നത്? നിങ്ങൾ ഒരു മന്ത്രിയാകാനുള്ള നിങ്ങളുടെ യോഗ്യത എന്താണ്? ഇതൊക്കെ ഉണ്ടല്ലോ. ഈ കേരളത്തിൽ എന്താണെന്ന് പ്രശ്നം വെച്ചാൽ കേരളത്തിൽ BJPയെ സംബന്ധിച്ച് എത്ര തലകുത്തി മറിഞ്ഞാലും ഇവിടെയുള്ള 2 ന്യൂനപക്ഷ സമൂഹങ്ങൾ, ക്രിസ്തീയ സമൂഹം, മുസ്ലിം സമൂഹം, ഈ 2 സമൂഹങ്ങളിൽ ഏതെങ്കിലും ഒരു കൂട്ടരുടെ പിന്തുണയില്ലാതെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ ഭാവിയില്ല. ഇത് BJP തിരിച്ചറിയുന്നുണ്ട്. മുസ്ലിങ്ങളെ കിട്ടില്ല, ഉറപ്പാണ്. പരമാവധി പോയി അബ്ദുള്ള കുട്ടിയെ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെയുള്ളൊരു സാധ്യത ഇതാണ്. അപ്പം ക്രിസ്ത്യാനികളെ ആ നിലയിൽ കൂടെ ചേർക്കാം എന്നവർ കരുതി കേരളത്തിൽ ചില നാടകങ്ങൾ കളിക്കുന്നു എന്നുള്ളതല്ലാതെ, കേരളത്തിൽ ഈ നാടകങ്ങൾ കളിക്കുമ്പോഴാണ് കേരളത്തിന് പുറത്തു നിന്നുള്ള വാർത്തകൾ വരുന്നത്. കർണാടക നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനമാണ്. കന്യാകുമാരിയാണ് ദേവസഹായം പിള്ളയുടെ പ്രവർത്തന മേഖല. അപ്പോൾ ഈ വാർത്തകൾ
അജിംസ് പറഞ്ഞ ഒരു വിദ്യാസമ്പന്നരായ ഒരു ജനതയാണല്ലോ ഇവർ, അവരറിയുന്നുണ്ട്. അപ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാതെ കുറച്ച് പാതിരിമാർ കേക്ക് മുറിക്കാനും ക്രിസ്മസ് സ്റ്റാർ തൂക്കാനും ഒക്കെ ബി ജെ പിക്കാരുടെ കൂടെ പോയത് കൊണ്ട് ഈ സമൂഹത്തെ മാറ്റാൻ പറ്റില്ല, ഈ സമൂഹത്തിൻ്റെ ചിന്തയെ മാറ്റാൻ പറ്റില്ല. ആ തിരിച്ചറിവ് ക്രിസ്തീയ നേതൃത്വത്തിന് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. എന്തായാലും വിശ്വാസികളുടെ ശരിയാമെന്നുള്ള വികാരത്തെ പ്രതിഫലിപ്പിക്കുന്നു KCBCയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു മാറ്റം, ഒരു ഡെവലപ്മെൻറ്റ് അതിലുണ്ട്.